ഞാൻ കോട്ടയത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ ലാസ്റ്റ് എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലർ എന്ന് വെച്ചാൽ മേഡം വിളിച്ചിട്ടും പറഞ്ഞു, രാജു എത്രയും പെട്ടെന്ന് ആ ബിന്ദു കുഴഞ്ഞു വീണു. ഞാൻ കോട്ടയത്ത് നിന്ന് ഓടി 5 മണി വെളുപ്പിന് ലിസി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു വാക്ക് പറയാൻ പോലും നിൽക്കാണ്ട് ശരിക്കും അത്ര നേരം ഈ ബിന്ദു ചാക്കോ എന്നുള്ള അവൾക്ക് കുറ്റബോധമായി പോയി. രാജു വന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അവക്കടെ ആത്മാവ് വേർപെടുന്നത് വരെ ആ അവളുടെ ഞാനിങ്ങനെ കയ്യെ പിടിച്ച് നോക്കിയപ്പോൾ ഈ മൈലാഞ്ചി ഇട്ടേക്കണത് അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അതുപോലെ കൊണ്ട് നടക്കുന്ന കൊച്ചാണ്. മുടി സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോള് പോയി മുടി സ്റ്റേറ്റ് ചെയ്തു. ഒരു ഞായറാഴ്ച വന്ന 2 സിനിമയാണ് കാണണം സാനിയ തിയേറ്ററിൽ പോയിട്ട്. ജനങ്ങൾക്ക് അറിയാം, കുമ്പളങ്ങിൽ എൻ്റെ കഥകളെല്ലാം അറിയാം. ഒരു സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പറയും എന്നെ തോന്നുന്നു രാജു നമുക്ക് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പോയാൽ പോരെ. പിന്നെ കുമ്പളങ്ങിൽ തിങ്കളാഴ്ച മനുഷ്യൻ്റെ മക്കാരും പണിക്ക് പോകാറില്ല. അപ്പൊ സന്തോഷമായിട്ട് ഒരു കുടുംബം തകർത്തിട്ട് പോയ പ്രതി. ഇവിടുത്തെ നിയമങ്ങളാണ് കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥകൾ, അതായത് ഈ പ്രതി വിഷ്ണുവിനെ ഇപ്പൊ നിയമപാലകർ വരെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.